ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് ശേഷം, ഈ ഹൈഡ്രോളജി എക്സാമിന് ശേഷം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്ത എക്സാം ഒന്നും ആയിരുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ഇനി വരാൻ പോകുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ എക്സാം എന്ന് പറയുന്നത് വി ആർ ഡീലിംഗ് ഇറ്റ് വെരി സീരിയസ്ലി അല്ലേ. പലരും സീരിയസ് ആയിട്ട് മാസങ്ങളോളം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വിൽ ബി ഡീലിംഗ് സം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഫോർ PCBA ഫ്രം ദ സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ട്. സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിൽ നിന്നുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആസ് നമുക്ക് എല്ലാ ബ്രാഞ്ചിനും കൂടെ കമ്പൈൻ, അതായത് നമുക്ക് 2 ബ്രാഞ്ചസിന് കമ്പൈൻ ചെയ്തിട്ടുള്ള എക്സാം ആയതുകൊണ്ട് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. ബട്ട് സ്റ്റിൽ ദർ ആർ ചാൻസസ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ സെലക്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാമെന്നിരിക്കും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ വി വിൽ ബി ഡീലിംഗ് വിത്ത് ക്വസ്റ്റ്യൻസ് which will be an important part of your PCBA preparation. PCBA preparation important ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഞാൻ കമ്പൈൻ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതായത് നമുക്കിപ്പം ഒരു സബ്ജക്റ്റ് ആയിട്ടൊന്നും അല്ല തന്നിരിക്കുന്നത്, ജസ്റ്റ് കമ്പൈൻ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു. ഷിയർ ഫോഴ്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ്, കർവേച്ചർ, ഡിഫ്ലക്ഷൻ, ഇന്റൻസിറ്റി ഓഫ് ലോഡിങ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെന്റ്, കർവേച്ചർ, ഡിഫ്ലക്ഷൻ, ഇന്റൻസിറ്റി ഓഫ് ലോഡിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓപ്ഷൻ ഡി, ഇന്റൻസിറ്റി ഓഫ് ലോഡിങ്. ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം ബെൻഡിങ് മൊമെന്റിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, നമ്മൾ ബെൻഡിങ് മൊമെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഷിയർ ഫോഴ്സ്. ആൻഡ് ഇഫ് യു ഡിഫറൻഷിയേറ്റ് ഷിയർ ഫോഴ്സ് നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ 2 റിലേഷൻഷിപ്പ് ആസ് സച്ച് ചോദിക്കാറുണ്ട്, ചിലപ്പം സിമ്പിൾ വേർഡ്സ് ആയിട്ട് ഇതുപോലെ ചോദിക്കാറുണ്ട്. എന്നിരുന്നാലും ഈ 2 റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ലോഡിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം പ്രിൻസിപ്പിൾ നമ്മൾ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിംഗ് എ സ്പാൻ ഓഫ് 3 meter and carrying a uniformly distributed load of 10 kilonewton per meter has a shear force at the midspan of. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, സ്പാൻ 3 meter ആണ്, അതിനകത്തൊരു UDL ഉണ്ട് 10 kilonewton per meter. അതിന് മിഡ് സ്പാനിൽ ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ആർ ഹാവിംഗ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, അതിന്റെ സ്പാൻ 3 meter ആണ് നമ്മൾ UDL. അതിനകത്ത് UDL നമുക്ക് തന്നിരിക്കുന്നത് 10 kilonewton per meter ആണ്. നമുക്ക് അതിനകത്തുള്ള ഷിയർ ഫോഴ്സ് അറ്റ് ദ സെന്റർ, മിഡ് സ്പാനിലുള്ള ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ലോഡിംഗ് സിമെട്രിക് ആണ്. സോ വാട്ട് ഇസ് ദ ആൻസർ? ഓപ്ഷൻ എ 15 kilonewton, ഓപ്ഷൻ ബി 20 kilonewton, ഓപ്ഷൻ ഡി 0. ആൻസേഴ്സ് കമന്റ് ചെയ്തോളൂ. യെസ്, 0 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി അഥവാ 0 ആണ്. നമുക്ക് നോക്കാം. ഇവിടെ റിയാക്ഷൻസ് എ ബി എന്ന് ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്, എൻഡ് ആൻഡ് റിയാക്ഷൻസ് RA RB റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് സിമെട്രിക് ലോഡിംഗ് ആയതുകൊണ്ട് RA ഇസ് ഈക്വൽ ടു RB ഇസ് ഈക്വൽ ടു 10 into 3 30 ആണ് ടോട്ടൽ ലോഡ്. അതിന്റെ പകുതി 15 kilonewton. 15 kilonewton ആണ് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഷിയർ ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എൻഡിൽ എന്തുണ്ട്? നമുക്കൊരു 15 ഉണ്ട്. വേറെ ഒന്നും ഇവിടെ എങ്ങും നമുക്ക് 10 ആണുള്ളത്.
സോ നമ്മൾ 10 UDL ആണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ എടുത്ത് വരച്ചാൽ മതി. ഇവിടെ ഒരു സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, 15 ഇൻറ്റു എക്സ് മൈനസ് എന്തുകൂടി വരും, സെക്ഷൻ നോക്കിയിട്ട് സെക്ഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡ് അപ്വേർഡ് ആണെങ്കിലാണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അപ്വേർഡ് ആണ്, സോ ദിസ് ഇസ് പോസിറ്റീവ്. ഇവിടെയും എന്താണ്, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് അപ്വേർഡ് നെഗറ്റീവ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡൗൺവേർഡ് നെഗറ്റീവ്. 15x മൈനസ് 10 ഇൻറ്റു എക്സ് എന്ന് വരും. ഓക്കെ, അപ്പം സോറി 15x വരത്തില്ല, 15 വരത്തുള്ളൂ, ബിക്കോസ് ഷിയർ ഫോഴ്സ് ആണല്ലോ. ഓക്കെ, 15 മൈനസ് 10 ഇൻറ്റു എക്സ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 0 ആണ്, സോ ഇവിടെ 15 വരും. സിമിലർലി ഇവിടെയും 15 കിലോ ന്യൂട്ടൺ വരും. സോ ഇഫ് യു ആർ ഡ്രോയിങ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, സപ്പോസ് ദിസ് ഇസ് എ സെന്റർ പോയിന്റ്, നമുക്ക് കിട്ടുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇതുപോലെയാണ്. സെന്ററിലുള്ള നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്, ഷിയർ ഫോഴ്സ് അറ്റ് സെന്റർ സി എന്ന് പറയുന്നത് വാല്യൂ ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി 0 ആണ് വരിക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് വേഗം ആൻസർ കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ദ ബെൻഡിങ് മൊമെന്റ് എം ഇസ് കോൺസ്റ്റന്റ് ഓവർ എ ലെങ്ത് ഓഫ് എ സെഗ്മെന്റ് ഓഫ് എ ബി. ഓക്കെ, നമുക്ക് ബെൻഡിങ് മൊമെന്റ് എം കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. ദ ഷിയറിംഗ് ഫോഴ്സ് വിൽ ഓൾസോ ബി എ കോൺസ്റ്റന്റ് ഓവർ ദിസ് ലെങ്ത് ആൻഡ് ഇസ് ഗിവൺ ബൈ. ഷിയറിംഗ് ഫോഴ്സ് എന്താണ്, കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. വിൽ ഓൾസോ ബി എ കോൺസ്റ്റന്റ് ഓവർ ദിസ് ലെങ്ത് ആൻഡ് ഇസ് ഗിവൺ ബൈ ഓപ്ഷൻ എ m by I, option B m by 2I, option C m by 4I, option D none of the above. കമന്റ് ചെയ്തോളൂ ആൻസേഴ്സ്. M by I, ഓപ്ഷൻ ഡി. യെസ്, ഓപ്ഷൻ ഡി ഇസ് യുവർ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. കാരണം എന്താണ്, സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോജിക് ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വാട്ട് ഇസ് എ തിങ്, എന്താണ് ഇവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ യു ക്യാൻ സേ ഡി എം ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, നമുക്ക് എം, അതായത് ഡി എം എന്ന് പറഞ്ഞാൽ എം കോൺസ്റ്റന്റ് ആണ്. എം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഡി എം ബൈ ഡി എക്സ് എന്താണ്, ഇസ് ഈക്വൽ ടു 0 വരും. സോ നമുക്ക് ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞ വാല്യൂസ് ഒന്നും അല്ല, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ് ആണ്. Okay, option D none of the above. Next question, in a cantilever beam with UDL the shear force varies following. Cantilever beamil UDL ആണെങ്കിൽ shear force എങ്ങനെ vary ചെയ്യുന്നു? Option A linear law, option B parabolic law, option C both A and B, option D none of the above. UDL ആണ്, കാന്റിലിവർ ബീം ആണ്, അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. UDL വരുമ്പോൾ എങ്ങനെയായിരിക്കും, ലീനിയർ ലോ, പാരാബോളിക് ലോ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബവ്. UDL വരുമ്പോൾ വെദർ ഇറ്റ് ഇസ് ലീനിയർ ആണ്. ഓപ്ഷൻ എ പറയുന്നു എല്ലാവരും, ഇറ്റ് ഇസ് നോട്ട് ലീനിയർ, ഇറ്റ് ഇസ് പാരാബോളിക് ആണ് അല്ലേ. ഓക്കെ, സോറി ഷിയർ ഫോഴ്സ് അല്ല ചോദിച്ചത്, ലീനിയർ ആണ്. ഓപ്ഷൻ എ. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അല്ലല്ലോ, ഓപ്ഷൻ എ ലീനിയർ ലോ ആണ്. ഇറ്റ് വിൽ ബി വേരിയിങ് ലീനിയർലി ആണ്. കാര്യം നമ്മളൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ലോഡ് ഡബ്ല്യു ആണ്, ഡബ്ല്യു ഇൻറ്റു എക്സ് ആയിരിക്കും. സോ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. ബെൻഡിങ് മൊമെന്റ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ബെൻഡിങ് മൊമെന്റ് വിൽ ബി പാരാബോളിക്. ബെൻഡിങ് മൊമെന്റ് ആണ് ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ പാരാബോളിക്, ബിക്കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 എന്ന് വരും. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ, wx square by 2, so it will be very parabolic. Next question, the ratio of crippling loads of a column having both end fixed to the column having both end hinged. അതായത് നമുക്ക് ക്രിപ്ലിംഗ് ലോഡിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. കോളത്തിന്റെ ഫസ്റ്റ് കേസിൽ കോളം ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആണ്, രണ്ടാമത്തെ കേസിൽ കോളത്തിന്റെ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആണ്.
Option A 1, 2, 3, 4. What is your correct answer? നമുക്ക് നോക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഫിക്സഡ് ഡിവൈഡഡ് ബൈ പി ഹിൻസ്ഡ്. ക്രിപ്ലിംഗ് ലോഡിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? പി സി ആർ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ. ഈ ഐ മിനിമം എന്ന് തന്നെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഐ മിനിമം ബൈ എൽ സ്ക്വയർ. എൽ എഫക്റ്റീവ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എൽ എഫക്റ്റീവ് സ്ക്വയറിന്, അതായത് പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു എൽ എഫക്റ്റീവ് സ്ക്വയർ. ഓക്കെ, അതായത് നമുക്ക് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണുള്ളത്. സോ നോക്കാം, നമുക്ക് പി ഫിക്സഡ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സപ്പോർട്ട് കണ്ടീഷൻ എന്ത് വരും? ഫിക്സഡ് ആണ് അല്ലെ? ടു ബോത്ത് ആൻഡ് ഫിക്സഡ് ആണ്. അപ്പൊ എഫ് ആ ഒരു കോഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എഫ് വരുന്നിടത്തൊക്കെ √2 ഇട്ട് കൊടുക്കുക. സോ √2 × √2 വരും. ഫിക്സഡ് അപ്പൊ L/2 വരും. ഓക്കെ, ആൻഡ് പി ഹിഞ്ച്ഡ് വരുമ്പോഴത്തേക്ക് ഹിഞ്ച്ഡ് ആണ്, പി ഇല്ല, സോ L വരും. സോ നമുക്ക് പി ഫിക്സഡ് ബൈ പി ഹിഞ്ച്ഡ് ആണ് കണ്ടുപിടിക്കണം. സോ യു വിൽ ഗെറ്റ് ആസ് എന്ത് വരും? പി ഫിക്സഡ് ബൈ പി ഹിഞ്ച്ഡ്. പി ഫിക്സഡിന്റെ L/2 ആണ്, ഡിനോമിനേറ്ററിലാണ്. സോ L square by L/2 the whole square. So we'll get 4. Should be 4. Four is the correct answer. 4 ആണ് correct. Okay, next question നോക്കാം. In Brinell hardness test, the type of indenter used is. Brinell hardness testing machine അകത്ത് വെച്ച് നമ്മൾ ഇൻഡന്റേഷൻ ഉണ്ടാക്കിയിട്ട് ഹാർഡ്നെസ് കണ്ടുപിടിക്കും ഒരു സ്പെസിമെന്റ്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഡന്റർ ഏതാണെന്നാണ്? ഹാർഡ് സ്റ്റീൽ ബോൾ, ഡയമണ്ട് കോൺ, മൈൽഡ് സ്റ്റീൽ ബോൾ, ഹാർഡ് സ്റ്റീൽ കോൺ. Brinell hardness testലെ ടൈപ്പ് ഓഫ് ഇൻഡന്റർ യൂസ്ഡ് is. Yes, option A, hard steel ball. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്ത പോലെ നമുക്ക് PCB AE എക്സാം ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. സോ ഫ്രം 13th ഓൺവേർഡ്സ് നമ്മളൊരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റാങ്ക് ബൂസ്റ്റർ എന്ന രീതിയിൽ. സോ നമ്മൾ 10 ക്ലാസ്സസ് ആണുള്ളത്. നമുക്ക് 5 മൊഡ്യൂൾസിൽ 2 ക്ലാസ്സസ് വെച്ച് ടോട്ടൽ 10 ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ 13 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 10 ഡേയ്സ് ആയിട്ട് 23 വരെയുള്ള ക്ലാസ് ആയിരിക്കും. സോ ഓൾറെഡി നമ്മൾ ഈ ഒരു 2 ക്ലാസ്സസ് കൊണ്ട് വാട്ട് വി ആർ മീനിങ് ഇസ് ദാറ്റ് നമുക്ക് ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉള്ളത്. സോ യുൽ ഗെറ്റ് ഓൾ ദീസ് തിങ്സ്. അതായത് ഈ 10 ദിവസത്തെ ക്ലാസ് യുൽ ബി ഗെറ്റിംഗ് ഇറ്റ് അറ്റ് ആൻ ഡിസ്കൗണ്ട് പ്രൈസ് ഓഫ് ₹500. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു 10 രൂപയുടെ 10 ക്ലാസ്സസ് അടങ്ങുന്ന വർക്ക്ഷോപ്പ് കിട്ടുന്നതാണ്. 500 rupees ആണ് ആ ഒരു വർക്ക്ഷോപ്പിന്റെ കോസ്റ്റ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ തന്നെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ, മാത്സും അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ എഞ്ചിനീയറിംഗും സിവിൽ എഞ്ചിനീയറിംഗും ഒരുപോലെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ മൊഡ്യൂളിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. 5 മൊഡ്യൂളിനും 2 ക്ലാസ്സസ് വെച്ച് ടോട്ടൽ 10 ഡേയ്സ് ആണ് നമ്മൾ ക്ലാസ്സസ് റൺ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു കോഴ്സ് ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനെങ്കിൽ യു ഹാവ് ടു പേ ₹500. നമ്മൾ പെയ്ഡ് ആയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ LSTD AE അതുപോലെ തന്നെ നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 1 ഒക്കെ അടുപ്പിച്ച് നമ്മളൊരു 6 days 7 days നമ്മൾ വെബിനാർ സീരീസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എസ്പെഷ്യലി ഓവർസിയർ ഗ്രേഡ് 1 എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓവർവെൽമിങ് റെസ്പോൺസ് ആയിരുന്നു നമുക്ക്. ബിക്കോസ് ഒരുപാട് പേർക്ക് ആ ഒരു സെഷൻ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. ബിക്കോസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് മാത്രമായിരുന്നു വന്നത്.
അത് തന്നെ അവരെ 90ക്ക് മേലെ റാങ്ക്സ് മാർക്കിൽ എത്തിച്ചിരുന്നു. ഒരുപാട് പേര് അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടി, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. സിമിലർലി LSTD നമ്മൾ എടുത്താലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ രീതിയിൽ അല്ലെ പറഞ്ഞ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതേ രീതിയിൽ തന്നെ നമ്മൾ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് തന്നെയായിരിക്കും PCBAയുടെ ഈ ഒരു വർക്ക്ഷോപ്പും കണ്ടക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് എക്സാം ഹോളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടണം എന്നുള്ള രീതിയിലുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഈ ഒരു നമുക്ക് ഇതിനകത്ത് ഈ സെഷന്റെ താഴെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ആ ഒരു കോഴ്സിന്റെ പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. സോ 500 rupees ആണ് കോഴ്സിന്റെ ആ ഒരു പർട്ടിക്കുലർ ഫീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് കഴിഞ്ഞ വെബിനാർസിലൊക്കെ കിട്ടിയ അതേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് PCB എക്സാമിന് ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവർ ആണ്. സോ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് മൈ പേഴ്സണൽ സജഷൻ. ഓക്കെ, സോ നമ്മൾ ബ്രിനൽ ഹാർഡ്നെസ്സിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ബ്രിനൽ ഹാർഡ്നെസ് നമ്മൾ ഹാർഡ് സ്റ്റീൽ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ താഴെ പറയുന്ന പവർ ബൂസ്റ്റർ വർക്ക്ഷോപ്പാണ് നമ്മൾ PCBAക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് യു വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ഓക്കെ, ഡയമണ്ട് കോൺ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്റൻസിറ്റി ഓഫ് ഡയറക്റ്റ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് ഇൻ എ ക്രോസ് സെക്ഷൻ അറ്റ് എനി പോയിന്റ് at a distance r from the neutral axis is proportional to the intensity of direct longitudinal stress in the cross section at any point at a distance r from the neutral axis is proportional to. ഫുൾ ഡേ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 days ആയിട്ട് 2 മൊഡ്യൂളിൽ ഓരോ അതായത് 5 മൊഡ്യൂൾസിൽ നിന്ന് 2 ക്ലാസ് വീതം 10 days ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ദേ വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ബില്ലിംഗ് ആണെങ്കിൽ അതും അവരെ അറിയിക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള തിങ് തന്നെയാണ്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കൂടുതലും പഠിച്ചു വെക്കുന്നതിനേക്കാളും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഓരോ കാര്യങ്ങൾ, അതായത് നമ്മൾ മൊബൈല് എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം മൊബൈലാണെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ ഫീഡ് ചെയ്ത് വെക്കുക, നമ്മൾ ഓർത്ത് വെക്കുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ 1-2 നമ്പേഴ്സൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അത് വളരെ റെയർ ആണ് ആൾക്കാർ. അപ്പം നമുക്ക് മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ ഒരു കാര്യമില്ല. അത് നമ്മൾ അടുത്ത് വായിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പം അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ എക്സാം അടുപ്പിച്ച് നമ്മൾ എക്സാമിന് തൊട്ട് മുന്നേ ഒരു 10 ദിവസം 15 ദിവസം എന്താണോ കൂടുതൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണോ കൂടുതൽ ചെയ്യുന്നത്, നമ്മുടെ മെമ്മറി നിൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. ഓക്കെ, so intensity of direct longitudinal stress in the cross section at any point at a distance r from the neutral axis is proportional to. What is the correct answer? Option A 1/r square, option B 1/r, option C r, option D r square. Okay, so longitudinal stress ആണ് ചോദിച്ചിരിക്കുന്നത്. M/I is equal to sigma by y. Okay, sigma by y. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയുള്ള, സോ സിഗ്മ ഇസ് ഈക്വൽ ടു M/I into y ആണ്. Okay, that is sigma is proportional to y. So what is the correct answer? Option C r. R ആണ് correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽസ് ഇസ് എക്സ്പെക്ടഡ് ടു ഹാവ് ലീസ്റ്റ് വാല്യൂ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വളരെ കുറവായിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്? വുഡ്, കോപ്പർ, ഗ്ലാസ്, അലൂമിനിയം. നമുക്ക് റിജിഡിറ്റി മോഡുലസിന്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന്. സോ യങ്സ് മോഡുലസ് ഡിഫറെന്റ് മെറ്റീരിയൽസിന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. വുഡ്, യെസ്, ഓപ്ഷൻ എ വുഡ്. വുഡ് കറക്റ്റ് ആൻസർ ആണ്. സോ വുഡിന്റെ വാല്യൂ ആർക്കെങ്കിലും അറിയാമോ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് വുഡ്? വുഡിന്റെ വാല്യൂ 0.12 into 10⁵ Newton/mm². അതുപോലെ നമ്മുടെ സെഷൻസിലൊക്കെ നമ്മൾ മിക്കവാറും ടിമ്പറിന്റെ കോഡ് പ്രകാരം ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി
നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. നമ്മൾ പല സെഷൻസിലും പലയിടത്തും പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചു. എക്സെപ്റ്റ് ആ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മിക്കതും വന്നത്. നമ്മൾ പലരും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് നമുക്ക് ആ ഒരു വേക്കൻസി കുറവായിട്ടുള്ള എക്സാം ആയതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ആപ്പിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോപ്പർ. സെക്കൻഡ് ഓപ്ഷൻ കോപ്പർ ആണ്. കോപ്പറിന്റെ വാല്യൂവും കൂടെ പഠിച്ചു വെക്കുക. 0.17 ഇൻറ്റു 10⁵ Newton per mm square. Then third option is glass. Glassന്റെ വാല്യൂ 0.8 ഇൻറ്റു 10⁵ Newton per mm square. And last one is aluminium. അലൂമിനിയത്തിന്റെ വാല്യൂ 0.69 ഇൻറ്റു 10⁵ Newton per mm square. ഇതിൽ ഏറ്റവും കുറവ് വാല്യൂ ആർക്കാണ്? വുഡിനാണ്. 0.12 ഇൻറ്റു 10⁵ Newton per mm square. ഓപ്ഷൻ എ. Next question. Consider the following factors: large number of loading cycles, large variation in stress, large stress concentration. Those associated with fatigue failure would include. ഈ fatigue failure ഈ പറയുന്ന ഏതൊക്കെ ഫാക്ടേഴ്സ് വരും എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആൻഡ് ബി, എ ആൻഡ് സി, ബി ആൻഡ് സി, എ, ബി ആൻഡ് സി. Large number of loading cycles, large variation in stress, large stress concentration. Those associated with fatigue failure. Fatigue failure associated ആയിട്ടുള്ള. ഏതാണ്? ഓപ്ഷൻ ബി, എ ആൻഡ് സി. സ്ട്രെസ്സിന് വേരിയേഷൻ ഇല്ല, സ്ട്രെസ്സിന് വേരിയേഷൻ വരത്തില്ല എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത്? സ്ട്രെസ്സിന് വേരിയേഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എ, ബി ആൻഡ് സി മൂന്നും ഉണ്ടാവാറുണ്ട് ഫറ്റീഗ് ഫെയിലിയർ റിലേറ്റഡ് ആയിട്ട്. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. റേഷ്യോ ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ വിതിൻ ദ ഇലാസ്റ്റിക് റേഞ്ച്. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ്റെ റേഷ്യോ എന്ത് പറയും? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ബോത്ത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ആൻസർ പറഞ്ഞോളൂ. The ratio of hydrostatic stress to volumetric strain within the elastic range is called. Yes, option D, none of these ആണ്. അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇതിന്റെ ആൻസർ എന്താണ്? കറക്റ്റ് റൈറ്റ് ആൻസർ എന്താണ്? ബൾക്ക് മോഡുലസ്. യെസ്, ബൾക്ക് മോഡുലസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ കാരണമുള്ള സ്ട്രെയിൻ എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം, is directly proportional to square of exerted pressure, is inversely proportional to bulk modulus. All options are correct.
strain energy due to volumetric strain. Comment your answers. Yes, option D. All options are correct. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ സ്ട്രെയിൻ എനർജിയുടെ ഒരു എക്സ്പ്രഷൻ. യൂസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു വി. ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അത് കറക്റ്റ് ആണ്. ഇനി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് എക്സേർട്ടഡ് പ്രഷർ. നമുക്ക് വേറൊരു എക്സ്പ്രഷൻ ഉണ്ട്. യൂസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു വി വോളിയം. അപ്പൊ അവിടെ എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് എക്സേർട്ടഡ് പ്രഷർ. സെക്കൻഡ് പോയിന്റും കറക്റ്റ് ആണ്. ഇനി നമ്മുടെ ദിസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബൾക്ക് മോഡുലസ്. അതും കറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 നമുക്ക് പറയാവുന്നതാണ് റിലേറ്റഡ് ടു സ്ട്രെയിൻ. All options are correct. Next question, the ratio of maximum deflection of a simply supported beam with a central load W and of a cantilever of same length with a load W at its free edges. A ratio of maximum deflection of a simply supported beam with a central load W and of a cantilever of the same length with a load W at its free end. നമുക്ക് ഡിഫ്ലക്ഷന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണുള്ളത് വിത്ത് എ സെൻട്രൽ ലോഡ് W. രണ്ടാമത്തത് കാന്റിലിവർ ബീം ആണ് വിത്ത് എ ലോഡ് W അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്. ഈ രണ്ട് കേസിലുള്ള മാക്സിമം ഡിഫ്ലക്ഷന്റെ റേഷ്യോ 1/8, 1/10, 1/12, 1/16. So you can take this as first case and this as second case. Okay, അപ്പോൾ നമുക്ക് y1 by y2ന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് രണ്ടിന്റെയും വാല്യൂസ് അറിയാമെങ്കിൽ സുഖമായിട്ട് എഴുതാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ സെന്റർ WL³ by 48 TI ആണ് ഡിവൈഡഡ് ബൈ നമുക്ക് കാന്റിലിവർ ആകുമ്പോൾ എന്താ വരിക WL³ by 3AI. ഇത് വാല്യൂസ് പഠിച്ചു വെക്കുക തന്നെ വേണം. സിംപ്ലി സപ്പോർട്ട് ഫസ്റ്റ് കുഴപ്പമില്ല. കാന്റിലിവറിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് UDL മൊമെന്റ് എല്ലാം വരുന്നത് ഒരു കപ്പിൾ അറ്റ് എൻഡ് ഒരു മൊമെന്റ് അറ്റ് എൻഡ് ഒക്കെ പഠിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാനുള്ള ടിപ്പ് നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. സോ യു ക്യാൻ വാച്ച് ദാറ്റ്. നമുക്ക് EI ഒക്കെ ക്യാൻസൽ 3/48. സോ യു വിൽ ഗെറ്റ് ആസ് 1/60. ആൻസർ ഓപ്ഷൻ ഡി. Option D. Next question B. എല്ലാവരും ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. Next question, the final simple question ആണ്. ആൻസർ പറയാം. The final deflection due to all load including the effects of temperature, creep and shrinkage as measured from the cast level of support of floors, roofs and all other horizontal members should not exceed span by 350, span by 300, span by 250, span by 200. Final deflection due to all load including the effects of temperature, creep and shrinkage as measured from the cast level of supports of floors, roofs and all other horizontal members should not exceed. Comment here direct caudal provision alle final deflection value. Option A, span by 350.
സ്പാൻ ബൈ 350 ആണോ? സ്പാൻ ബൈ 350 എന്ന് പറഞ്ഞാൽ ഫിനിഷസ് കൂടി അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് സ്പാൻ. ഇവിടെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ എ ആണോ? ബി സ്പാൻ ബൈ 300 അല്ല. യെസ്, ഓപ്ഷൻ സി സ്പാൻ ബൈ 250. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഒന്നും ഫിനിഷിംഗ് വർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു സ്ട്രക്ചർ വെച്ചേക്കാണ് 250. ഇനി അതല്ല ഫിനിഷിംഗ് വർക്ക് അഡീഷണലി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ കൂടെ അഡീഷണലി എന്തോ കൂടെ വരുന്നു 350. സ്പാൻ ബൈ 350 അല്ലെ 20 mm വിച്ച് എവർ ഇസ് ലെസ്. ആ കോഡൽ പ്രൊവിഷൻ പഠിച്ചു നോക്കാം. യെസ്, ഇപ്പൊ നമ്മൾ വെറുതെ ആണ് പറയുന്നതെങ്കിൽ ഫിനിഷിംഗ് വർക്ക് ഒന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല ഈ സ്റ്റേറ്റ്മെന്റിൽ സ്പാൻ ബൈ 250. ഫിനിഷിംഗ് വർക്ക് ആഡ് ചെയ്യുന്നെങ്കിൽ 250 എന്തോ കൂടെ ആഡ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഇസ് 350. 50നെക്കാളും വലിയ നമ്പർ ആണല്ലോ 350. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഇപ്പം മറന്നു പോകത്തില്ല. Next question, a T-beam behaves as a rectangular beam of width equal to its flange if its neutral axis is coincides with centroid of reinforcement, coincides with centroid of T-section, remains within the flange, remains within the web. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടി ബീം എപ്പോഴാണ് ഒരു റെക്ടാങ്കുലർ ബീമായിട്ട് ബിഹേവ് ചെയ്യുന്നത്? അതിന്റെ ഫ്ലാഞ്ചിന്റെ വിഡ്ത്തിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ബീമായിട്ട് എപ്പോഴാണ് ഒരു ടി ബീം ബിഹേവ് ചെയ്യുന്നത്? ന്യൂട്രൽ ആക്സസ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? യെസ്, ഓപ്ഷൻ സി വെൻ ഇറ്റ് റിമെയിൻസ് വിതിൻ ദ ഫ്ലാഞ്ച്. ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത് ടി ബീമിന്റെ ഫ്ലാഞ്ചിനുള്ളിൽ തന്നെ ലൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ബിഹേവ്സ് ആസ് എ റെക്ടാങ്കുലർ ബീം. Next question, diameter of a rivet hole is made larger than the diameter of the rivet by 0.5 mm, 1 mm, 3 mm, 2 mm. A diameter of a rivet hole is made larger than the diameter of the rivet by 0.5, 1, 3, 2 mm. Yes, option D 2 mm. അവിടെ ഡയമീറ്റർ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സിംപ്ലി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 mm എന്ന് എഴുതാം. പക്ഷെ നമുക്ക് രണ്ട് കേസസ് എന്ത് റിവറ്റ് വരുമ്പോൾ ഡയമീറ്റർ ഓഫ് ദ ഹോൾ ഇസ് ഈക്വൽ ടു diameter of the rivet plus 1.5 mm when 5 less than or equal to 25 mm. When the value of diameter greater than 25 mm ആണെങ്കിൽ diameter D is equal to 5 plus 2 mm. ഈ രണ്ട് കേസും പഠിച്ചു വെക്കാം. ഓക്കെ, സോ റിവറ്റ് ഈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ദിസ് ഇസ് ദ റിവറ്റ്, ഇതാണ് റിവറ്റ് എങ്കിൽ ഈ റിവറ്റിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഹോൾ ഡയമീറ്റർ. Next question, the maximum permissible stress for hand driven rivet in axial tension. Hand driven rivet axial tension maximum permissible stress 250, 80, 90, 100. ഓക്കെ, അപ്പൊ നമുക്ക് 3 എണ്ണമാണുള്ളത്. ആക്സിയൽ ഫോഴ്സ്, അതുപോലെ തന്നെ ഷിയർ, ബെൻഡിങ്. ഈ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ബെൻഡിങ് ആയിരിക്കും എപ്പോഴും കൂടുതൽ. അതിൽ പവർ ഡ്രിവൺ ഷോപ്പ് ഉണ്ട്, പവർ ഡ്രിവൺ ഫീൽഡ് ഉണ്ട്, ഹാൻഡ് ഡ്രിവൺ. ഓക്കെ, സോ 100, 100 3 ടൈംസ് ആണ് ഏകദേശം 300, 90, 90, 270, 80, 80. ഹാൻഡ് ഡ്രിവൺ റിവറ്റ് ഇൻ ആക്സിയൽ ടെൻഷൻ എത്രയാണ് വരിക? അപ്പം ഓപ്ഷൻ ബി 80 ന്യൂട്ടൺ പെർ സ്ക്വയർ. സോറി, ബെയറിംഗ് ആട്ടോ, അത് ബെൻഡിങ് അല്ല, ബെയറിംഗ്. എഴുതുമ്പം വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, പെട്ടെന്ന് സ്പീഡിൽ എഴുതി പോകുമ്പം. ബെയറിംഗ് ആണ് 80, 82. Next question, size of a fillet weld is indicated by size of the plate, size of the triangle of fillet,
throat of the fillet, length of the fillet welt. Size of a fillet welt is specified by size of the plate, side of the triangle of fillet, throat of the fillet, length of the fillet welt. Yes, side of the triangle of fillet. Okay, അപ്പം ഫില്ലറ്റ് വെൽഡ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ത്രോട്ട് തിക്നെസ് ടി ടി പറയും, S1 S. നമ്മുടെ സൈസ് ഓഫ് ദ ട്രയാങ്കിൾ ഫില്ലറ്റ് ആണ് സൈസ് ആയിട്ട് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ട്രസ് ഗേർഡർ ഓഫ് എ ബ്രിഡ്ജ് ഡയഗണൽ കൺസിസ്റ്റ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് 400 ISF, ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് 400 ISF ആണ്, ആൻഡ് ക്യാരീസ് എ പുൾ ഓഫ് 800 kilonewton. If the gross diameter of the rivet is 26 mm, then the number of rivets required in the splice is. അതായത് ട്രസ് ഗേർഡർ ആണ്, ഒരു ബ്രിഡ്ജിന്റെ ട്രസ് ഗേർഡർ ആണ്. അതിൽ ഡയഗണൽ എന്ന് പറയുന്ന മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് ആണ്, 400 ISF ആണ്. അത് 800 kilonewton ഫുള്ള് ക്യാരി ചെയ്യും. ഗ്രോസ് ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് 26 mm ആണെങ്കിൽ നമ്പർ ഓഫ് റിവറ്റ് റിക്വയർഡ് ഇൻ ദ സ്പ്ലൈസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ട്രസ് ഗേർഡർ ഓഫ് എ ബ്രിഡ്ജിലൊക്കെ നമ്മൾ പവർ ഡ്രിവൺ ഷോപ്പ് റിവറ്റ് ആണ് ഉപയോഗിക്കുന്നത്, PDS ആണ് ഉപയോഗിക്കുന്നത്, ഓർത്ത് വെക്കുക. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് എന്താ പറഞ്ഞിരിക്കുന്ന പുൾ ഓഫ് 800 kilonewton ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന പുള്ള്, അത് ക്യാരി ചെയ്യുന്ന പുള്ള് 800 kilonewton ആണ്. ഗ്രോസ് ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 26 mm എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് റിവറ്റ്സ് ആണ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളിങ്ങനെയാണ് കൊടുക്കുക ISF. ഓക്കെ, അതായത് ഡബിൾ ഷിയർ ആണ് അവിടെ ഉണ്ടാവുക. സോ നമുക്ക് ലോഡ് ക്യാരി PS, ലോഡ് ഇസ് ഈക്വൽ ടു ഡബിൾ ഷിയർ ആയതുകൊണ്ട് 2 × π/4 × ഏരിയ, രണ്ട് ഏരിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻറ്റു പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പവർ ഡ്രിവൺ ഷോപ്പ് ആയതുകൊണ്ട് 100 Nm/m². ഇതിൽ നിന്ന് PS-ന്റെ വാല്യൂ വിൽ ഗെറ്റ് ആസ് 106.13 kilonewton എന്ന് കിട്ടും. ഓക്കെ, ലോഡ്. ഇനി നമുക്ക് എന്താണ് നമ്പർ ഓഫ് റിവറ്റ്സ് ഇസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കാം? പുള്ള് നമുക്കറിയാം, അതിന്റെ സ്ട്രെങ്ത് അറിയാം അല്ലേ? സോ 800 ഡിവൈഡഡ് ബൈ 106.13, അപ്രോക്സിമേറ്റ്ലി 7.5, അതായത് 8 ആണ് നമ്പർ ഓഫ് റിവറ്റ്സ്. പവർ ഡ്രിവൺ ഷോപ്പ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഫ്ലാറ്റ് എടുക്കുന്നുണ്ട്, ഡബിൾ ഷിയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Balls are suitable to carry shear, bending, axial tension, shear and bending. Balls are suitable to carry shear, bending, axial tension, shear and bending. ബോൾട്ട് എന്താണ് ക്യാരി ചെയ്യുന്നത്? യെസ്, ഏതാണ്? കമന്റ് ചെയ്തോളൂ ആൻസർ. എനിക്ക് വരുന്നില്ലല്ലോ. റിഫ്രഷ് ചെയ്തോട്ടെ. യെസ്, ഓപ്ഷൻ സി ആക്സിയൽ ടെൻഷൻ ആണ് കമന്റ് വരാൻ തുടങ്ങിയത്. Okay, next question നോക്കാം. Pick up the correct statement. Lime is available in free stage. Lime is made from gypsum. Lime is made from dolomite or calcium carbonate. None of the above. ലൈമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്തുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്,
Lime is made from dolomite or calcium carbonate. Option C is your correct answer. C ആണ് correct answer. Next question നോക്കാം. For the manufacture of Portland cement, the proportions of raw materials are. Portland cement manufacturing വേണ്ട raw materials proportion. Lime 63%, silica 22 and others 15%. Lime 70, silica 20, others 10. Lime 40, silica 40 and others 20. None of these. Yes, lime 63, silica 22 and others 15%. Option A. Next question, the proper size of cube mold for testing compressive strength of cement is. Compressive strength of cement test ചെയ്യാൻ വേണ്ടിയിട്ടുള്ള size of cube 7.05, 10.05, 10, 15. D പറയുന്നുണ്ട്, എനിക്കറിയാം D പറയുന്നു. The proper size of cube mold for testing compressive strength of cement. സിമെന്റ് ആണ്, കോൺക്രീറ്റ് അല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 7.07 ആണ്, 7.05 സെന്റിമീറ്റർ. സിമെന്റ്. Okay, next question. Specific gravity of cement is generally 4.92, 3.15, 2.10, 1.75. ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. Specific gravity of cement is generally 4.92, 3.15, 2.10, 1.75. Specific gravity of cement. Yes, 3.15, option B. Next question, gypsum is added to cement to prevent cracks, to help C2S and C3S, to give a uniform texture, to counteract C3A. എന്താണ് ഓപ്ഷൻ ഡി ആണ്, ടു കോൺട്രാക്ട് C3A. C3A ഉണ്ടായ വേഗം സെറ്റിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എക്സ്റ്റെൻഡ് സെറ്റിംഗ് ടൈം gypsum is added. Next, which of the following box compound of cement liberates the maximum heat of hydration? ഇത് ഞാൻ ഓപ്ഷൻ തരുന്നില്ല. മാക്സിമം ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ തരുന്ന ബോക്സ് കോമ്പൗണ്ട് ഏതാണ്? Counteract C3A. നമ്മുടെ question, which of the following box compounds of cement liberates maximum heat of hydration? Yes, correct. C3A. C3A ആണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന്റെ ഹൈഡ്രേഷന്റെ ആ ഒരു നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ C3A, പിന്നെ C3S, പിന്നെ C4AF ആൻഡ് ലാസ്റ്റ് ആണ് C2S. ഇങ്ങനെയാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഇനി റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ചോദിക്കാറുണ്ട്, റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ചോദിക്കാം.
റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ C4AF, C3A, C3S, C2S. Next question നോക്കാം. Out of the constituents of cement, namely tricalcium silicate, dicalcium silicate and tricalcium aluminate and tetracalcium aluminoferrite, the first set and hardest, ഏറ്റവും ഫസ്റ്റ് സെറ്റ് ചെയ്ത് ഹാർഡൻ ചെയ്യുന്നത് ആരാണ്? C3A, C4AF, C3S, C2S. C3A. Next question. Durability of concrete is proportional to sand content, water cement ratio, aggregate ratio, cement aggregate ratio. Durability of concrete. Durability of concrete is proportional to sand content, water cement ratio, aggregate. Simple question ആണ്. Cement aggregate ratio. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Yes, cement aggregate ratio. Next question. Low temperature during concrete laying increases the strength, decreases the strength, has no effect on strength, depends on other factor. കോൺക്രീറ്റ് ലേയിങ്ങിന്റെ സമയത്ത് വളരെ ചെറിയ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് സ്ട്രെങ്ത്തിനെ ബാധിക്കും. ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ സ്ട്രെങ്ത്തിന് ഇമ്പാക്റ്റ് ഒന്നും കൊടുക്കത്തില്ലയോ, ഡിപ്പെൻസ് ഓൺ അതർ ഫാക്ടർ. ലോ ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത്? Option D, depends on other factor. C, has no strength on effect on strength. Decreases the strength. Yes, strength decreasing. Next question. Entrained air in concrete increases workability, decreases workability, increases strength, none of these. ഇത് വളരെ എളുപ്പമാണ്. എയർ എൻട്രെയിൻമെന്റ് എന്താ ചെയ്യുന്നത്? Increases workability. Next question. Test more suitable for low workability of concrete. Low workability concrete in the test ഏതാണ്? Slump test, compaction factor test, VB test, all of the above. Low workability of concrete. Yes, VB test. Next question. The item of steel work which is measured in square meter is. Square meter measure ചെയ്യുന്ന item of steel work. Collapsible gates, rolling shutter, steel doors, all options are correct.
item of steel work which is measured in square meter. All options are correct. Option D. എല്ലാം സ്ക്വയർ മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. Next question. For 12 mm thick cement plastering 1:6 on 100 square meter new brickwork, the quantity of cement required is. For 12 mm thick cement plastering 1:6 on 100 square meter new brickwork, the quantity of cement required is. പ്രൊപ്പോർഷൻ എത്രയാണ്? 1:6 ആണ്. നമുക്ക് സിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 1 / ടോട്ടൽ പ്രൊപ്പോർഷൻ 7 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്നത് സ്ക്വയർ മീറ്റർ 100 ഇൻറ്റു തിക്നെസ് 12 mm ആണ്. 12 ഇൻറ്റു 10⁻³ കൺവേർഷൻ ഫാക്ടർ കൂടെ കൊടുക്കുക 1.2. സോ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.205 meter cube. ഓപ്ഷൻ 0.200 meter cube. Option B 0.217 meter cube. Option C 0.340 meter cube. Option D none of these. ഏകദേശം വരെ 0.20. ഓപ്ഷൻ എ. Okay, next question നോക്കാം. Pick up the incorrect statements from the following. No deduction is made for the volume occupied by reinforcement. No deduction is made for the opening up to 0.1 square meter. No deduction is made for volumes occupied by pipe not exceeding 100 square meter in cross section. All of the above are correct. Incorrect statement ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. All options are correct. എല്ലാം കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. റീൻഫോഴ്സ്മെന്റിന് വേണ്ട അപ് ടു 0.1 സ്ക്വയർ മീറ്റർ നമ്മൾ നോ ഡിഡക്ഷൻ ആണ്. അതുപോലെ തന്നെ പൈപ്പ് 100 സ്ക്വയർ മീറ്റർ എക്സീഡ് ചെയ്യുന്നിടത്ത്, വോളിയം എക്സീഡ് ചെയ്യുന്നിടത്ത് നമ്മൾ ഡിഡക്ഷൻസ് ഉണ്ടാക്കുന്നില്ല. ഓപ്ഷൻ ഡി. ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സ്ക്രാപ്പ് വാല്യൂ ഫോർ പ്രോപ്പർട്ടി മേ ബി ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, കോൺസ്റ്റന്റ്, നെഗറ്റീവ്, പോസിറ്റീവ്. സ്ക്രാപ്പ് വാല്യൂവിൻ്റെ ആ ഒരു കിട്ടുന്ന പർട്ടിക്കുലർ വാല്യൂ ബോത്ത് നെഗറ്റീവ് and positive, constant, negative, positive. Yes, scrap value can be both negative and positive. Negative ആവാം, positive ആവാം. Next question, ഇതിന്റെ ആൻസർ പറയാം. Calculate the annual depreciation of a machine having an initial cost of rupees 10,000, scrap value is rupees 1,000 and useful life is 30 years. സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട്, ഇനിഷ്യൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ ആണ്, യൂസ്ഫുൾ ലൈഫ് 30 years ആണ്.
300, 367, 1 triple 3, double 3, double 3, 3. 9000 by 13 അല്ല ഓപ്ഷന്റെ ആൻസർ പിക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ. എത്ര വരെ നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ് എത്രയാണ് സ്ക്രബ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 10,000 മൈനസ് ഇനിഷ്യൽ കോസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ 1000 divided by 30. So 9000 divided by 30, just 300 per year. എന്താ ചെയ്യാൻ പാട്? ഓപ്ഷൻ എ. നമുക്ക് ആരും ആൻസർ ഇത്രയും നേരം തന്നിട്ട് nobody is answering. Yes, option A, 300 per year. Okay, next question. Calculate the number of bricks in 20 cubic meter brickwork. 20 cubic meter brickwork number of bricks. നമുക്കറിയാം ഒരു ക്യൂബിക് മീറ്ററിൽ നമ്പർ ഓഫ് ബ്രിക്സ് 500. 20 ക്യൂബിക് മീറ്ററിൽ എത്ര? 500 into 20, 10,000. Option C. Next question. BOD test is conducted at a temperature of ambient temperature 15 degrees Celsius, 20 degrees Celsius, 27 degrees Celsius. BOD ടെസ്റ്റ് ഏത് ടെമ്പറേച്ചറിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? Yes, 20 degrees Celsius. Next question. Aerobic treatment is best suited for higher efficiency, toxic waste, dilute inorganic waste, strong organic waste. Aerobic treatment എവിടെയാണ് suitable ആയിട്ടുള്ളത്? Aerobic treatment is suitable for ഓപ്ഷൻ സി അല്ല, സ്ട്രോങ് ഓർഗാനിക് വേസ്റ്റിനാണ് നമ്മൾ എയറോബിക് അല്ല അനറോബിക് ട്രീറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ വായിച്ച് തെറ്റിപ്പോയി. അനറോബിക് ട്രീറ്റ്മെന്റ് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്ട്രോങ് ഓർഗാനിക് വേസ്റ്റ്. Next question. The following observations were made on a 2% dilution of wastewater. Dissolved oxygen of aerated water used for dilution is 0. DO of diluted sample after 5 days 0.6 milligram per liter. DO of the original sample 2 milligram per liter. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് BOD of 5 days, BOD 5 of the sample. BOD 5 of the sample എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇനിഷ്യൽ DO എത്ര ആണ്? 2 ആണ്. ഫൈനൽ DO 0.6 ആണ്. Dilution 2% ആണ്. So 100 divided by percentage of dilution. 1.4 into 100 by 250 into 1.4. 70 milligram per liter. Options.
70 milligram per liter. Anaerobical question. Question wise anaerobic treatment is best suitable for strong organic waste. Exertion of biochemical demand by microorganism is called biochemical oxygen demand BOD by microorganism is called eutrophication, deoxygenation, reoxygenation, transpiration. 70 എല്ലാവർക്കും കിട്ടിയറിയോ? Exertion of biochemical oxygen demand by microorganisms is called. നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ അത്. യൂട്രോഫിക്കേഷൻ ആണോ? യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ന്യൂട്രിയൻസ് വന്ന് ലേക്സിൽ അടിഞ്ഞു കൂടുന്ന പ്രോസസ്സാണ്. യൂട്രോഫിക്കേഷൻ അല്ല. ഓപ്ഷൻ ബി പറഞ്ഞ് കറക്റ്റ്. ഡിയോക്സിജനേഷൻ ആണ് കറക്റ്റ് ആൻസർ. Next question, the effective size of the soil particles is denoted by D10, D20, D30, D60. വേഗം പറഞ്ഞു, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കട്ടെ. The effective size of particles of soil is denoted by, വേഗം പറയൂ ആൻസർ. Yes, A. Option A, D10. The coefficient of gradation and coefficient of uniformity of a given soil sample is 1 and 4 respectively. The ratio of effective size to the diameter through which 30% of the total mass is passed. Question വായിച്ചു നോക്കാം. നമുക്ക് പറഞ്ഞിരിക്കുന്ന coefficient of gradation and coefficient of uniformity നമുക്ക് എത്രയാണ്? 1 and 4 respectively. അതായത് coefficient of gradation എന്ന് പറഞ്ഞാൽ CC is given as 1 and coefficient of uniformity is given as 4. Okay, അതായത് നമുക്ക് CU is equal to എന്താണ്? D60 by D10 which is equal to 4. അതാണ് നമുക്ക് 4 തന്നിരിക്കുന്നത്. Okay, and CC is equal to D30 square divided by D60 into D10. അതാണ് നമുക്ക് തന്നിരിക്കുന്ന 1 ആണ്. We have to calculate എന്താണ് ratio of effective size. Effective size ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? D10 ആണ് effective size. Capital D small d ഒക്കെ എടുക്കാം. To the 30% to the diameter through which 30% of the total mass is passed. അതായത് D10 by D30 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് CU ഇൻറ്റു CC ചെയ്യുവാണ്. നമുക്ക് D60 by D10 ഇൻറ്റു D30 സ്ക്വയർ ബൈ D60 ഇൻറ്റു D10. D60 D10 ക്യാൻസൽ ചെയ്ത് പോകും. ഇസ് ഈക്വൽ ടു CUവിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. CC 1 ആണ്. ഇസ് ഈക്വൽ ടു D30 by D10 the whole square. That is D30 by D10 is equal to root എടുക്കുമ്പോൾ 2 വരും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? D10 by D30 which is equal to 1 by 2. 1 by 2 ആണ് കറക്റ്റ് ആൻസർ. ആണോ 1 by 2 ആണ്? 2 D30 by D10 നമുക്ക് ചോദിച്ചിരിക്കുന്നത് D10 by D30 ആണ്. സോ 1 by 2 അല്ലെങ്കിൽ 0.5. ഓക്കെ, സോ നമുക്ക് ഇനി മറ്റന്നാളും കൂടി ഒരു സെഷൻ ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ്, അതായത് 11th കൂടെ നമുക്ക് ഒരു സെഷൻ ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് 13th തൊട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 10 days നമുക്ക് ഒരു പെയ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ്. വിൽ ബി ഡിസ്കസിങ് ക്വസ്റ്റ്യൻസ് ഫ്രം 5 modules. 5 മോഡ്യൂളിൽ നിന്നും 2 ക്ലാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്സിൽ നിന്നായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പിന്റെ പവർ ബൂസ്റ്റർ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുന്ന PCB എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വർക്ക്ഷോപ്പിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ₹500 ആണ്. സോ ഇഫ് എനിബഡി ഈസ് വില്ലിംഗ് ടു ജോയിൻ, നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ദേ വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ് ഓഫ് ദ ക്ലാസ്സസ്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. ഹൗ ടു ജോയിൻ ദാറ്റ്. ലൈവ് ക്ലാസ്സസ് ആണ്, യൂട്യൂബിൽ ലൈവ് ആയിരിക്കത്തില്ല, നമുക്ക് പെയ്ഡ് ആണ്. അതുകൊണ്ട് വേറെ പ്ലാറ്റ്ഫോമിൽ പെയ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് മാത്രമായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് കഴിഞ്ഞ എക്സാംസിനൊക്കെ കിട്ടിയ പോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. അതുകൊണ്ട് പ്ലീസ് ഡു അറ്റൻഡ് ദാറ്റ്. നിങ്ങൾക്ക് ആ ഒരു പുതിയ ആദ്യമായിട്ടുള്ളൊരു എക്സാം ആണ്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എത്ര പരിചയപ്പെടുന്നു അത്രയും നല്ലതാണ്. എസ്പെഷ്യലി നിങ്ങളുടെ കോർ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതായത് സിവിൽ ആണെങ്കിൽ സിവിൽ സ്ട്രോങ് ആക്കുക, കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ സ്ട്രോങ് ആക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ കീ ഓബ്ജക്റ്റ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഇപ്പം വില്ലിംഗ് ആണെങ്കിൽ
നിങ്ങൾ ജോയിൻ ചെയ്യുക. 13th തൊട്ടിട്ട് 10 days ആയിരിക്കും നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് മറ്റന്നാളാണ്. അതായത് നമുക്ക് പെയ്ഡ് ക്ലാസ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ഈ ഒരു നമ്മുടെ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നിങ്ങൾ വരുമ്പോഴത്തേക്ക് കുറച്ച് ടോപ്പിക്സ്, സിവിലിൻ്റെ മാത്രം ക്ലാസ്സസ് ആകുമ്പോൾ സിവിലിൻ്റെ കുറച്ച് ടോപ്പിക്സ് ഒന്ന് നോക്കിയിട്ട് വരിക. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ക്ലാസ് ചെയ്തപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ക്ലാസ് കഴിയുന്ന ഉടനെ തന്നെ നോക്കി വെച്ച് ഫോമുലയാണോ മറന്നത്, എന്ത് തിയറി ആണോ മറന്നത്, അത് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്.